തിരുവനന്തപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ചു. നെട്ടയം മലമുകളിലുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സിൽ വെച്ചായിരുന്നു ആക്രമണം. +1 വിദ്യാർത്ഥിയാണ് വാക്കേറ്റത്തിന് പിന്നാലെ കുത്തിയത്. സ്വാന്തന സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സ്വാന്തന, ഇത് അവിടെ എന്താണ് ഉണ്ടായത്? ഇങ്ങനെയൊരു അക്രമത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു? അമൃത, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിനുള്ളിൽ വെച്ച് +1 വിദ്യാർത്ഥിയാണ് ജൂനിയർ വിദ്യാർത്ഥിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ സ്ഥിരമായി ഒരേ സ്കൂൾ ബസ്സിൽ വരുന്ന ആളുകളാണ്. ഈ സ്കൂളിലെ 7ാം നമ്പർ ബസ്സിൽ വരുന്ന വിദ്യാർത്ഥികളാണ് ഇവർ രണ്ടുപേരും. ഇവർ കുറേ നാളുകൾക്ക് മുമ്പും ഇത്തരത്തിൽ വഴക്കുകളൊക്കെ പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നും സമാനമായ രീതിയിൽ ബസ്സിൽ കയറുന്നതിന് മുമ്പും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ബസ്സിനുള്ളിൽ കയറിയിട്ടും ആ വാക്കുതർക്കം തുടർന്നു. അതാണ് പിന്നീട് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഈ +1 വിദ്യാർത്ഥി ബയോമാക്സ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ബയോളജി ലാബിലേക്ക് ആവശ്യത്തിനായി കൊണ്ടുവന്ന കത്തിയാണ് ഈ കുട്ടി കുത്താനായി ഉപയോഗിച്ചത്. ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കവിളിലും അതുപോലെ തന്നെ തലയ്ക്ക് പുറകിലുമാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. വലിയ ആഴത്തിലുള്ള മുറിവല്ല എന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യം പേരൂർക്കട ജില്ലാ ആശുപത്രിയിലും അതിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഈ പരിക്കേറ്റ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുത്തിയ കുട്ടിയെ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ കുട്ടി ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നതും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയം മുമ്പാണ് ആ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് പേരൂർക്കട ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. അതിനുശേഷം എന്താണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിലേക്ക് കലാശിക്കാനുണ്ടായ കാരണം എന്നൊക്കെ പിന്നീട് വ്യക്തമാക്കാമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ കത്തിക്കുത്തുണ്ടായിരിക്കുന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥിയാണ് ആക്രമിച്ചത്. വിവരങ്ങളാണ് സ്വാന്തന സാജു നൽകിയത്.